ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കോവളം ബീച്ചിലാണ് കേട്ടോ. കോവളം ബീച്ച് കാണാൻ വേണ്ടി വന്നതാണ്. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ആകത്തായി. ഇവിടെ വന്നപ്പോൾ ഇറങ്ങാൻ അനുമതി ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം മഴേൻ്റെ സമയക്കാരനെ കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം ബീച്ചിൽ ഇറങ്ങാനും കുളിക്കാനൊന്നും സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. ബീച്ചിൽ ആളുകളുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ആർക്കും ഇറങ്ങാൻ പെർമിഷൻ ഇല്ല. ആരും ഇറങ്ങാൻ സമ്മതിക്കണമെന്നില്ല. അതിപ്പോൾ എന്തായ മെയിൻ പ്രശ്നം കേട്ടോ. കോവളത്തപ്പുള്ളത് കോവളം ബീച്ചിൽ എന്താ ചെയ്യുക. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതാണ് കോവളത്തെ ഓട്ടോ സ്റ്റാൻഡ്. നമ്മൾ ബസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ നോക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് കാണുന്നത്. പിന്നെ എപ്പോഴും കിഴക്കേക്കോട്ട് നിന്നാണ് ബസ് ഉണ്ടാവുക കേട്ടോ. കിഴക്കേക്കോട്ടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട് കേട്ടോ കോവളത്തേക്ക്. ഈ സമയത്തൊന്നും ആരും കോവളത്തേക്ക് പോകണ്ട. മഴ സമയത്തൊന്നും പോയിട്ട് കാര്യമില്ല. അവിടെ കുളിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേലിക്കയറ്റ സമയമായതുകൊണ്ട് തിരമാലകൾക്ക് നല്ല ശക്തിയാണ്. അതുകൊണ്ടാണ് വേറെ ആരെയും ഇറങ്ങാൻ സംഭവിക്കാത്തത്. ഇറങ്ങിപ്പോയി അപകടങ്ങൾ പറ്റിക്കഴിഞ്ഞ ബുദ്ധിമുട്ടല്ല. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. നിസ്കരിക്കാൻ ഉള്ളവർക്കൊക്കെ വളരെയധികം സൗകര്യമാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്തുനിന്ന് ഒരു പള്ളിയുണ്ട്, നിസ്കാരപ്പള്ളിയുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു പള്ളിയാണ്. കോവളത്തുനിന്നൊരു 500 മീറ്റർ അകലെയായിട്ടാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന റോഡിൻ്റെ വലത്തെ ഭാഗത്താണ് ഗണപതിയുടെ അമ്പലം. അവിടെ പോയിട്ട് ഒരുപാട് ആൾക്ക് തൊഴുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. ഈ കാണുന്നതിന് അപ്പുറത്താണ് പള്ളി, നിസ്കാരപ്പള്ളി. വന്ന ദിവസം വന്ന സമയം ശരിയായില്ല, അതപ്പം ഉണ്ടായത്. കോവളം കാണാൻ വേണ്ടി വന്നതല്ലേ, വന്ന കാരണം അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. നല്ല കാറ്റാട്ടാ, കടലിൽ നിന്നുള്ള കാറ്റേ. അപ്പുറത്തൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. പൈസ ഉള്ള ആളുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 1, 2, 3 ദിവസം ഇവിടെ തങ്ങാനൊക്കെ നല്ല സുഖമാണ്. നല്ല നല്ല റിസോർട്ടുകളുണ്ട് കേട്ടോ. അവരവരെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള റിസോർട്ടുകളുണ്ട് ഇവിടെ, പല വിലകളിൽ. ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. ആളുകൾ വണ്ടി വിളിച്ചിട്ടേ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ബസ്സിനെ പോയത് കേട്ടോ. നമുക്ക് വണ്ടി വിളിച്ചു പോകാനുള്ള കപ്പാസിറ്റി ഇല്ല, അതാണ് നമ്മൾ ബസ്സിന് വന്നു. സർക്കാരിൻ്റെ ബസ്സേ കിഴക്കേക്കോട്ടയിൽ നിന്ന് 20 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. ഒരു ഭാഗം ഫുള്ള് കച്ചവടക്കാരാണ് കേട്ടോ. കടലിൻ്റെ റോഡ് സൈഡ് ഭാഗത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ചായക്കടയും ജ്യൂസും കടലക്കച്ചവടം, തുണി, ഡ്രസ്സ്, പലവിധ കച്ചവടക്കാരുണ്ട്. പിന്നെ ഹോട്ടലിലും ഭക്ഷണത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ചേട്ടാ. ഇവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. കയ്യിൽ കാശുണ്ടായാൽ മാത്രം മതി, ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ വന്നാൽ. നല്ല തണുത്ത കാറ്റിട്ടോ. പൊതുവേ കടലിൻ്റെ അവിടെ പോയാൽ നല്ല കാറ്റായിരിക്കും. ഇത് പൊതുവേ നല്ല തണുത്ത കാറ്റാണ്. ഒക്ടോബർ നവംബർ മാസത്തെ അത്ര ഇനി കുളിക്കാൻ പറ്റുള്ളൂ. കടലിറങ്ങിയിട്ട് കുളിക്കാൻ ഒക്ടോബർ നവംബറിലേ പറ്റുള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.